ഇന്നലെ ആദിൽ പാലോട് ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും ആ വാർത്ത ഏതാണെന്ന്. ആ വാർത്ത ഒരു കർഷകനെ കുറിച്ചുള്ള വാർത്തയായിരുന്നു. പക്ഷേ ആ കർഷകൻ്റെ ചില വിഷമങ്ങൾ അദ്ദേഹം പറഞ്ഞു. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും ആ കർഷകൻ കുറേ ആടുകളെ, കുറേ മാടുകളെ വളർത്തുന്നതിൻ്റെ കഥയായിരുന്നു ഇന്നലെ ആദിൽ പാലോട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആ വാർത്തയിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആ കർഷകൻ നമ്മളോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഷക്കീർ എന്നായിരുന്നു ആ കർഷകൻ്റെ പേര്. കുറേ വർഷങ്ങളായിട്ട് കുറേ പശുക്കളെയും ആടുകളെയും ഒക്കെ വളർത്തുന്നു. വളരെ നന്നായിട്ട് സക്സസ്ഫുള്ളായിട്ട് അദ്ദേഹത്തിൻ്റെ ചെറിയ ഫാം കൊണ്ടുപോകുന്നു. 90% കാഴ്ചശക്തി ഇല്ല എന്ന് ഓർമ്മിക്കണം. ആ ഷക്കീറിന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, മന്ത്രി ചിഞ്ചുറാണി ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ കൊള്ളാം എന്നുള്ളത്. നമ്മുടെ വാർത്ത ഇന്നലെ കണ്ടിട്ട് മന്ത്രി ചിഞ്ചുറാണി ഷക്കീറിനെ വിളിച്ചു, സംസാരിച്ചു, അഭിനന്ദിച്ചു. നമുക്ക് ആ റിപ്പോർട്ട് കൂടി ഒന്ന് കണ്ടുവരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് കാപ്പിയും ചൂട് വാർത്തയുമായി കോഫി വിത്ത് അരുൺ. മൈലാടിപ്പാറയിൽ നിന്നാണ്, കൽപ്പറ്റയിൽ നിന്നാണ്, വയനാട്ടിൽ നിന്നാണ്. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട. ഷക്കീറിന് മാട് വളർത്തൽ, കലാകാരികൾക്ക് ഡാൻസ്, നമുക്കൊക്കെ വാർത്ത. അതാണ് ലഹരി. കാണാം. 100 കണക്കിന് പശുക്കളെ വളർത്തണം. ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി തന്നെ ഒന്ന് ഫോണിൽ വിളിക്കണം. കാഴ്ചശക്തി ഇല്ലാതിരുന്നിട്ടും പശുക്കളെ വളർത്തി സന്തോഷത്തോടെ ജീവിക്കുന്ന ഷക്കീർ റിപ്പോർട്ടർ ടിവിയിലൂടെയാണ് ആഗ്രഹം പറഞ്ഞത്. ഇനി നിങ്ങളൊരു സ്വപ്നം എന്താ? നിറയെ പശു ആക്കണം. വീണ്ടും പശു ഡയറി ഫാം നല്ല ശക്തമായി ഡയറി ഫാം ആക്കി ലാഭമാണെന്ന് കാണിച്ചു നിങ്ങൾ കാണിച്ചു നോക്കണം. ഈ മന്ത്രി ഇത് കണ്ടിട്ട് എൻ്റെ മന്ത്രി ഉണ്ടല്ലോ, നമുക്ക് ചിഞ്ചുറാണി ഒന്ന് എന്നെ വിളിച്ചിട്ട് കുരുടാ നീ ഒന്ന് നിങ്ങളുടെ വളർത്തുന്ന കണ്ടില്ല. ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു MLA ഇതുവരെ എന്നെ ഒരു വർഷം. അപ്പോൾ മിനിസ്റ്റർ എന്തായാലും വിളിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെ ആഗ്രഹമുണ്ട് ഷക്കീർ. കാരണം ഇത്രയും അധികം പശുക്കളുണ്ട്. വേറെ ഒന്നും വേണ്ട. മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് ഒരു സൗജന്യവും ഷക്കീർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതൊക്കെ വിളിക്കാൻ ഒരു സന്തോഷം എന്നുള്ളതാണ്. അപ്പം അത് മിനിസ്റ്റർ കേൾക്കുമെന്നാണ് നമ്മുടെ ആഗ്രഹം. വാർത്ത കണ്ട ഉടനെ മന്ത്രി ചിഞ്ചുറാണി ഷക്കീറിനെ വിളിച്ചു. രാവിലെ നമ്മുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ റിപ്പോർട്ടർ ചാനലിലൂടെ ഷക്കീർ സംസാരിച്ചതിലൊക്കെ കേട്ടത്. പശു വളർത്തുന്നതിൽ എന്തു സഹായം വേണമെങ്കിലും ചെയ്തു നൽകാമെന്ന് ഉറപ്പും കൊടുത്തു. കുറച്ച് പശുവിന് വേണ്ടി 5-10 പശുക്കളുടെ യൂണിറ്റ് നമുക്ക് തരാം. പക്ഷെ പൈസ നമ്മളറിയാം കേട്ടോ. അങ്ങനെ നോക്ക് കുറച്ചുകൂടെ പശുക്കളെ വളർത്ത്. വൈകാതെ ഷക്കീറിനെയും ജീവിതം പോലെ കൊണ്ടു നടക്കുന്ന കന്നുകാലി വളർത്തലും കാണാൻ പൂവച്ചലെത്തുമെന്ന് ഉറപ്പുകൊടുത്താണ് മന്ത്രി ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചത്. റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ അതെന്തായാലും സുന്ദരമായൊരു വാർത്തയെ തീർന്നു. ഷക്കീറിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളെ ചില മനുഷ്യർക്കുള്ളൂ. മന്ത്രി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ശരിയല്ലേ? ഈ പ്രതിസന്ധികളോട് പടവിട്ട് നിൽക്കുന്ന മനുഷ്യരുടെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുത്. മന്ത്രി എന്തായാലും വിളിച്ചു. സന്തോഷം, ഷക്കീറിന് സന്തോഷം.